കോവളം സീറ്റിൽ ISJDയും RJDയും തമ്മിൽ തർക്കം ഉണ്ടായിട്ടില്ലെന്ന് സീറ്റ് തർക്കത്തിൽ പ്രതിഷേധിച്ച് RJD വിട്ട TN സുരേഷ് CPIM നിർബന്ധപൂർവ്വം സീറ്റ് ഏറ്റെടുത്ത് പൊതുസ്വതന്ത്രനെ നിർത്തി. ജനങ്ങൾക്ക് സഹായം ചെയ്യാൻ കഴിയുന്നതാകണം രാഷ്ട്രീയം. അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പാർട്ടിയിൽ നിന്ന് മാറണമെന്നതാണ് തന്റെ നയമെന്നും ഒരു മാസത്തിനിടെ 2 പാർട്ടി മാറിയ സുരേഷ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് കോവളം. ഇപ്പോൾ നമ്മളോടൊപ്പം കോവളത്തിൻ്റെ NDA സ്ഥാനാർത്ഥി സുരേഷാണ് ചേരുന്നത്. നമസ്കാരം. ന്യൂസ് മലയാളത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ എങ്ങനെ പോകും? ഇന്നലെ റോഡ് ഷോ ഉണ്ടായിരുന്നു. ഇന്നലത്തെ റോഡ് ഷോയ്ക്ക് തന്നെ ഏകദേശം 1500ഓളം പ്രവർത്തകർ പങ്കെടുത്തു. ഏകദേശം 850ഓളം ബൈക്ക് ഷോ ആയിരുന്നു. അത്ര ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് എൻ്റെ റോഡ് ഷോയുടെ ശക്തി ഉണ്ടായിരുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിലെ 14-ൽ 13 LDF പിടിച്ചപ്പോൾ കോൺഗ്രസ് നേടിയ ഒരേ ഒരു മണ്ഡലമാണ് കോവളം. ഇത്തവണ ആ കോവളം പിടിച്ചെടുക്കാമെന്നൊരു ആത്മവിശ്വാസം BJPക്കോ അല്ലെങ്കിൽ NDAക്കോ ഉണ്ടോ? എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ആത്മവിശ്വാസത്തിന് ഉള്ള പിന്നിൽ എന്തായി? ആദ്യം മനസ്സിലാക്കേണ്ടത്, എന്നെ സംബന്ധിച്ച് ഞാൻ 2016 ഇവിടെ NDA കാൻഡിഡേറ്റ് ആയിരുന്നു. 2016 ഭാരതീയ ജനതാ പാർട്ടി അല്ല ഇന്ന് 2026 ഭാരതീയ ജനതാ പാർട്ടി. അതിനേക്കാളും 100 ഇരട്ടി ശക്തി പ്രാപിച്ചിരിക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ 2016 BJP അല്ല ഇപ്പോൾ കോവളത്തുള്ളത്, അതുപോലെ 2016 സുരേഷ് അല്ല. കാരണം BDJSലായിരുന്നു 2016. പിന്നീട് താങ്കൾ RJDയിൽ പോയി, പിന്നീട് ISJDയിലേക്ക് വന്നു, വീണ്ടും BJPയിലേക്ക് വരുമ്പോൾ എന്താണ് അതിന്? അപ്പോൾ പലരും ഇപ്പോൾ എതിർപക്ഷം ആരോപിക്കുന്നത് അത് സീറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു മാറ്റമെന്നാണ് എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ 2021 ഞാൻ ലെഫ്റ്റിൻ്റെ കൂടെ അല്ലേ നിന്നത്? അന്ന് എനിക്ക് സീറ്റ് കിട്ടിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സീറ്റിന് വേണ്ടിയാണെങ്കിൽ ഞാൻ അന്ന് മാറിപ്പോണ്ടേ? ഈ RJDയിലും ISJDയിലും കൂടി തർക്കം ഉണ്ടായപ്പോഴാണല്ലോ ഒരു പൊതു സ്വതന്ത്രൻ എന്നുള്ള നിലപാടിലേക്ക് ഇപ്പോൾ LDF വന്നത്. അവിടെ താങ്കൾ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നോ, അല്ലെങ്കിൽ താങ്കളുടെ പേരിലേക്ക് അവർ എത്തിയില്ല? എന്താണ് അതിനൊക്കെ? അവിടെ തർക്കമൊന്നുമില്ലായിരുന്നു. അതായത് ഈ സീറ്റ് എന്ന് പറയുന്നത് ജനതാദളിന് കഴിഞ്ഞ 30 വർഷം കൊണ്ട് ജനതാദളിൻ്റെ സീറ്റാണ്. ഇന്ന് പഴയ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയല്ല. ഇന്ന് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമൊന്നുമില്ല. അവളുടെ സിദ്ധാന്തം എന്ന് പറയുന്നത് പല വ്യക്തികളുടെയും സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പാർട്ടി ഏത് രീതിയിലും ചലിപ്പിക്കുന്ന രീതിയിലായതുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് വലിയ രീതിയിലുള്ള ശരിക്കുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി, കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ നിൽക്കുന്നവരെല്ലാം മാറി നിൽക്കുന്നു. ഒരുപാട് പേര് BJPയിൽ പോകുന്നു. അത് മോദി ഫാക്ടർ വലിയ ഫാക്ടറായി മാറിയിരിക്കുകയാണ്. ഉയർത്തുന്ന പ്രചരണ വിഷയം എന്താണ്? ഈ വിൻസെൻ്റ് MLA എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ആ മണ്ഡലത്തിൽ എന്ത് ചെയ്തു എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് തന്നെ അറിയാം. പുള്ളി എല്ലാവരുമായിട്ടും നല്ല സൗമ്യമായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ വികസനത്തിൻ്റെ കാര്യം, ഇതിൽ തൊട്ടടുത്ത് അവിടെ ഉള്ള മണ്ഡലങ്ങളുണ്ടല്ലോ, നെയ്യാറ്റിൻകരയും പാറശാലയൊക്കെ ഉള്ള ആ മണ്ഡലങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ 20% പോലും പുള്ളിക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. എത്ര ഭൂരിപക്ഷം? ഞാനത് പറയാൻ ആളല്ല. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജയിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്, എൻ്റെ വിശ്വാസമാണ്. മനസ്സിലായില്ലേ? എത്ര ഭൂരിപക്ഷം കിട്ടുന്നു ഇതൊക്കെ അത് തീരുമാനിക്കേണ്ട ജനങ്ങളാണ്. അതെ, സുരേഷ് പറയുന്നത് ഇത്തവണ കോവളത്ത് ഒരു അട്ടിമറി നടക്കും. ചരിത്രത്തിൽ ആദ്യമായി BJP കോവളത്ത് അക്കൗണ്ട് തുറക്കുമെന്നാണ്. എന്തായാലും സുരേഷിൻ്റെ പ്രവർത്തകരുടെയും ആവേശം ഇരട്ടിയാണ്. ക്യാമറമാൻ ചന്തു പ്രഭുത്തിനൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.